ഹലോ എല്ലാവർക്കും HADSൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ വന്നേക്കുന്നത് പുതിയൊരു ജോബ് ഇൻഫർമേഷനുമായിട്ടാണ്. അപ്പോൾ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്ത് കാണുന്ന ഒരു ബെല്ലിൻ്റെ ഐക്കണുണ്ട്. ആ ഒരു ഐക്കണും കൂടി നിങ്ങളൊന്ന് ഇനേബിൾ ചെയ്താൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും കമൻറ്റായിട്ട് രേഖപ്പെടുത്താൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഈ ചാനലിനെക്കുറിച്ചോ അല്ലെങ്കിൽ ഈ ഒരു വീഡിയോയെക്കുറിച്ചോ അറിയാനുണ്ടെങ്കിൽ തൊട്ട് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക. നിങ്ങൾക്കൊരു ഉപകാരപ്രദമായ വീഡിയോ ആണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഉപകാരപ്രദമായ വീഡിയോ ആണ് ഇതെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഓവർ ലാഗടിപ്പിക്കുന്നില്ല, നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. ഹലോ, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. നേതാജി സുഭാഷ് യൂണിവേഴ്സിറ്റി ഓഫ് ടെക്നോളജിയിലേക്കാണ് പുതിയ ഒഴിവുകൾ വന്നേക്കുന്നത്. കുറേ ഒഴിവുകളുണ്ട്. നമ്മുടെ ലോവർ ഡിവിഷൻ ക്ലർക്ക്, സ്റ്റെനോഗ്രാഫർ, അങ്ങനെ കൂടുതൽ ഒഴിവുകളാണ് വന്നേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് പോകാം. അപ്പോൾ ഈ ഒരു നോട്ടിഫിക്കേഷൻ്റെ റിക്രൂട്ട്മെൻറ്റ് നോട്ടീസ് നമ്പർ എന്ന് പറഞ്ഞാൽ NSUT ബാർ നോൺ ടീച്ചിങ് ബാർ 2021/02. അപ്പോൾ ഇത് ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ടത്. അപ്പോൾ ഇതിൻ്റെ വാക്കൻസിയും പോസ്റ്റിനെയും കുറിച്ച് നമുക്ക് നോക്കാം. ആദ്യത്തെ പോസ്റ്റ് എന്ന് പറഞ്ഞാൽ ലോവർ ഡിവിഷൻ ക്ലർക്കാണ്. അതിൻ്റെ പോസ്റ്റ് കോഡ് എന്ന് പറയുമ്പോൾ NSUT ബാർ 2021/NT/01. അപ്പോൾ ഇതൊരു ഗ്രൂപ്പ് C പോസ്റ്റാണ്. അപ്പോൾ ഈ ലോവർ ഡിവിഷൻ ക്ലർക്കിൻ്റെ ടോട്ടൽ നമ്പർ ഓഫ് വാക്കൻസീസ് എന്ന് പറയുമ്പോൾ 35 വാക്കൻസീസാണ്. അതിൽ 15 വാക്കൻസി അൺറിസർവ്ഡിനും EWSന് 4 വാക്കൻസിയും SC 4 വാക്കൻസിയും ST 3 വാക്കൻസിയും OBC 9 വാക്കൻസിയും, അങ്ങനെ ടോട്ടൽ 35 വാക്കൻസീസാണ് ലോവർ ഡിവിഷൻ ക്ലർക്കിന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ലോവർ ഡിവിഷൻ ക്ലർക്കിൻ്റെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ +2 പാസ്സാണ്. ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്നോ ബോർഡിൽ നിന്നോ +2 പാസ്സാണ്. അല്ലെങ്കിൽ തത്തുല്യമായ യോഗ്യത ഉള്ളവർക്ക് ഈ ഒരു ജോബിന് അപേക്ഷിക്കാം. അടുത്തായിട്ട് പറയുന്നത് ഇംഗ്ലീഷിൽ 35 വേർഡ്സ് പെർ മിനിറ്റ്, ഒരു മിനിറ്റിൽ 35 വേർഡ്സ് ഇംഗ്ലീഷിൽ കമ്പ്യൂട്ടറിൽ ഇംഗ്ലീഷ് വേർഡ് ടൈപ്പ് ചെയ്യാൻ കഴിഞ്ഞിരിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്ത പേ സ്കെയിൽ 5200, 20,200 ഗ്രേഡ് പേ ഉണ്ട്. പേ മെട്രിക്സ് അത്രയേ ഉള്ളൂ. അടുത്തായിട്ട് അപ്പർ ഏജ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ 27 വയസ്സാണ്. അപ്പർ ഏജ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ 27 വയസ്സ് വരെയുള്ളവർക്ക് ഈ ഒരു ജോബിന് അപേക്ഷിക്കാം. അപ്പോൾ അടുത്ത പോസ്റ്റ് എന്ന് പറഞ്ഞാൽ ജൂനിയർ സ്റ്റെനോഗ്രാഫറിൻ്റെ പോസ്റ്റ് കോഡ് എന്ന് പറഞ്ഞാൽ NSUT ബാർ 2021/NT/02. ഗ്രൂപ്പ് C പോസ്റ്റാണ്. അപ്പോൾ ജൂനിയർ സ്റ്റെനോഗ്രാഫറിൻ്റെ ടോട്ടൽ നമ്പർ ഓഫ് വാക്കൻസീസ് എന്ന് പറയുമ്പോൾ 10 വാക്കൻസിയാണ് ഉള്ളത്. അൺറിസർവ്ഡിന് 4 വാക്കൻസിയും EWS 1 വാക്കൻസിയും SC 1 വാക്കൻസിയും ST 1 വാക്കൻസിയും OBC 3 വാക്കൻസിയും, അങ്ങനെ ടോട്ടൽ 10 വാക്കൻസിയാണ് ജൂനിയർ സ്റ്റെനോഗ്രാഫറിൻ്റെ പോസ്റ്റിലേക്ക് പറഞ്ഞിരിക്കുന്നത്. അടുത്തായിട്ട് ജൂനിയർ സ്റ്റെനോഗ്രാഫറിൻ്റെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനാണ് പറഞ്ഞിരിക്കുന്നത്. +2 പാസ്സാണ്. അല്ലെങ്കിൽ തത്തുല്യമായ യോഗ്യതയുള്ളവർക്ക് ഈ ഒരു ക്വാളിഫിക്കേഷനിലേക്ക് അപേക്ഷിക്കാം. സ്കിൽ ടെസ്റ്റ് എന്ന് പറയുമ്പോൾ ഡിക്റ്റേഷൻ 10 മിനിറ്റ്സ് അറ്റ് മിനിമം 80 വേർഡ്സ് പെർ മിനിറ്റ് ആണ്. അടുത്തായിട്ട് ഇംഗ്ലീഷ് നോർമലി 35 വേർഡ്സ് പെർ മിനിറ്റ് ടൈപ്പിംഗ് വേഗം വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പർ ഏജ് ലിമിറ്റ് 27 വയസ്സാണ്. പേ സ്കെയിൽ സെയിം ആണ്. അടുത്ത പോസ്റ്റ് എന്ന് പറഞ്ഞാൽ അപ്പർ ഡിവിഷൻ ക്ലർക്കാണ് UDC. അപ്പോൾ അപ്പർ ഡിവിഷൻ ക്ലർക്കിൻ്റെ പോസ്റ്റ് കോഡ് എന്ന് പറഞ്ഞാൽ NSUT ബാർ 2021/NT/03. ഗ്രൂപ്പ് C തസ്തികയിലേക്കാണ് വിളിച്ചേക്കുന്നത്. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് വാക്കൻസി എന്ന് പറയുമ്പോൾ 8 വാക്കൻസിയാണ് അപ്പർ ഡിവിഷൻ ക്ലർക്കിലേക്ക് വന്നേക്കുന്നത്. അതിൽ അൺറിസർവ്ഡിന് 5 വാക്കൻസിയും SCക്ക് 1 വാക്കൻസിയും OBCക്ക് 2 വാക്കൻസിയുമാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ അതിൻ്റെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്നോ ഒരു ബോർഡിൽ നിന്നോ ബാച്ചിലേഴ്സ് ഡിഗ്രി ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ തത്തുല്യമായ ഒരു ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കണമെന്നാണ് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനിൽ ഫസ്റ്റ് ഓപ്ഷനിൽ പറഞ്ഞേക്കുന്നത്. അടുത്ത സെക്കൻഡ് ഓപ്ഷനിലെന്ന് പറഞ്ഞാൽ നോർമലി നമ്മുടെ കമ്പ്യൂട്ടറിൽ ഇംഗ്ലീഷിൽ 35 വേർഡ്സ് പെർ മിനിറ്റ് ടൈപ്പിംഗ് സ്പീഡ് ഉണ്ടായിരിക്കണം. പേ സ്കെയിൽ സെയിം ആണ്. അപ്പർ ഏജ് ലിമിറ്റും 27 വയസ്സാണ്.
അടുത്തായിട്ട് പറയുന്നത് ലൈബ്രറി അസിസ്റ്റൻ്റ് ആണ്. ലൈബ്രറി അസിസ്റ്റൻറ്റിൻ്റെ പോസ്റ്റ് കോഡ് എന്ന് പറയുമ്പോൾ NSUT/2021/NT/04. അപ്പോൾ ഗ്രൂപ്പ് സി തസ്തികയിലേക്കാണ് പോസ്റ്റിംഗ് വന്നേക്കുന്നത്. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് വാക്കൻസീസ് 2 വാക്കൻസിയാണ്. OBCക്കാണ് 2 വാക്കൻസി ഉള്ളത്. അപ്പോൾ ലൈബ്രറി അസിസ്റ്റൻറ്റിൻ്റെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ BA അല്ലെങ്കിൽ BSc അല്ലെങ്കിൽ BCom വിത്ത് സർട്ടിഫിക്കറ്റ് ഇൻ ലൈബ്രറി സയൻസ് ഫ്രം എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി ഓർ ഇൻസ്റ്റിറ്റ്യൂട്ട് ആൻഡ് വർക്കിംഗ് നോളജ് ഓഫ് കമ്പ്യൂട്ടർ. നോർമലി കമ്പ്യൂട്ടർ നോളജ് വേണം. പിന്നെ BA BSc BCom സർട്ടിഫിക്കറ്റോടെയുള്ള ലൈബ്രറി സയൻസ് ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് വേണം. അടുത്തായിട്ട് പറയുന്നത് അല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ ലൈബ്രറി സയൻസ് വിത്ത് 2 years ഫുൾ ടൈം എക്സ്പീരിയൻസ് ഇൻ ലൈബ്രറി മാനേജ്മെൻറ്റ് ആൻഡ് വർക്കിംഗ് നോളജ് ഓഫ് കമ്പ്യൂട്ടർ. അപ്പോൾ കമ്പ്യൂട്ടറിൻ്റെ വർക്കിംഗ് നോളജ് വേണം, ലൈബ്രറി മാനേജ്മെൻറ്റ് അറിഞ്ഞിരിക്കണം. അത്രേ പറഞ്ഞിട്ടുള്ളൂ. ഡിപ്ലോമ ഇൻ ലൈബ്രറി സയൻസ് അത്രേ പറഞ്ഞിട്ടുള്ളൂ. അടുത്തായിട്ട് അല്ലെങ്കിൽ പറഞ്ഞിരിക്കുന്നത് ലൈബ്രറി സയൻസിലുള്ള ഡിഗ്രി, പിന്നെ വർക്കിംഗ് കമ്പ്യൂട്ടർ പ്രവർത്തിപ്പിക്കാൻ അറിഞ്ഞിരിക്കണം. അപ്പോൾ അതിൻ്റെ പേ സ്കെയിലും സെയിം ആണ്. 27 വയസ്സ് വരെയുള്ളവർക്ക് ഈ ഒരു ജോബിന് അപേക്ഷിക്കാം. അടുത്തായിട്ട് പറയുന്നത് ജൂനിയർ മെക്കാനിക്കാണ്. അപ്പോൾ ജൂനിയർ മെക്കാനിക്കിൻ്റെ പോസ്റ്റ് കോഡ് എന്ന് പറഞ്ഞാൽ NSUT/2021/NT/5. അപ്പോൾ ഇതും ഗ്രൂപ്പ് സി പോസ്റ്റാണ്. ടോട്ടൽ നമ്പർ ഓഫ് വാക്കൻസി ജൂനിയർ മെക്കാനിക്കിൻ്റെ ടോട്ടൽ നമ്പർ ഓഫ് വാക്കൻസി 21 വാക്കൻസിയാണ്. അൺറിസർവ്ഡ് 7 വാക്കൻസിയാണ്. EWS 3 വാക്കൻസി, SC 1 വാക്കൻസി, ST 2 വാക്കൻസി, OBC 8 വാക്കൻസി. അങ്ങനെ ടോട്ടൽ 21 വാക്കൻസിയാണ് ജൂനിയർ മെക്കാനിക്ക് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ജൂനിയർ മെക്കാനിക്കിൻ്റെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ IT വേണം. ഏതൊരു ഫീൽഡിലേക്കാണോ പറഞ്ഞേക്കുന്നത് ആ ഒരു ഫീൽഡിൽ IT വേണം. പിന്നെ 2 വർഷത്തെ എക്സ്പീരിയൻസ് വേണം. അല്ലെങ്കിൽ ഡിപ്ലോമ അല്ലെങ്കിൽ ഡിഗ്രി ഇൻ എൻജിനീയറിംഗ്, അതാണ് പറഞ്ഞേക്കുന്നത്. പേ സ്കെയിൽ സെയിം ആണ്. അപ്പർ ഏജ് ലിമിറ്റ് 27 വയസ്സാണ്. അടുത്തായിട്ട് പറഞ്ഞിരിക്കുന്നത് ഹെഡ് ക്ലർക്കാണ്. ഹെഡ് ക്ലർക്കിൻ്റെ പോസ്റ്റ് കോഡ് എന്ന് പറഞ്ഞാൽ NSUT/2021/NT/06. അപ്പോൾ ഇതൊരു ഗ്രൂപ്പ് ബി പോസ്റ്റാണ് ഹെഡ് ക്ലർക്ക്. അപ്പോൾ ഹെഡ് ക്ലർക്കിൻ്റെ ടോട്ടൽ നമ്പർ ഓഫ് വാക്കൻസീസ് എന്ന് പറഞ്ഞാൽ 7 വാക്കൻസിയാണ്. അൺറിസർവ്ഡിന് 5 വാക്കൻസിയും, SC 1 വാക്കൻസിയും, OBC 1 വാക്കൻസിയും. അപ്പോൾ ഹെഡ് ക്ലർക്കിൻ്റെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള ഗ്രാജുവേഷൻ, ഒരു കമ്പ്യൂട്ടറിൽ ഇംഗ്ലീഷ് 35 വേർഡ്സ്, 1 മിനിറ്റിൽ 35 വേർഡ്സ് കമ്പ്യൂട്ടറിൽ ഇംഗ്ലീഷിൽ ടൈപ്പ് ചെയ്യാനുള്ള ഒരു സ്പീഡ് ഉണ്ടായിരിക്കണം. അപ്പോൾ നോർമലി ഒരു കമ്പ്യൂട്ടറിൻ്റെ അടുത്ത ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത് നോളജ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് ആൻഡ് ബേസിക്സ് ഓഫീസ് സോഫ്റ്റ്വെയർ ടൂൾസ് ലൈക്ക് വിൻഡോസ് എക്സൽ അതേപോലെയുള്ള സോഫ്റ്റ്വെയർ ഓഫീസ് ടൂൾസ് പ്രവർത്തിപ്പിക്കാൻ അറിഞ്ഞിരിക്കണം. അപ്പോൾ പേ സ്കെയിൽ വ്യത്യാസമുണ്ട്. 9300, 34,800, ഗ്രേഡ് പേ 4600. ഒന്ന് വായിച്ചു നോക്കുക. അപ്പർ ഏജ് ലിമിറ്റ് 30 വയസ്സ് വരെയുള്ളവർക്ക് ഈ ഒരു ഹെഡ് ക്ലർക്കിൻ്റെ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാം. അടുത്തായിട്ട് പറയുന്നത് സീനിയർ ടെക്നിക്കൽ അസിസ്റ്റൻ്റാണ്. സീനിയർ ടെക്നിക്കൽ അസിസ്റ്റൻറ്റിൻ്റെ പോസ്റ്റ് കോഡ് എന്ന് പറയുമ്പോൾ NSUT/2021/NT/07. ഗ്രൂപ്പ് ബി പോസ്റ്റാണ്. ടോട്ടൽ നമ്പർ ഓഫ് വാക്കൻസി സീനിയർ ടെക്നിക്കൽ അസിസ്റ്റൻറ്റ് 3 വാക്കൻസിയാണ്. SC 1 വാക്കൻസിയും, OBC 2 വാക്കൻസിയും. അപ്പോൾ സീനിയർ ടെക്നിക്കൽ അസിസ്റ്റൻറ്റിൻ്റെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ ഡിപ്ലോമ വിത്ത് 5 years ഓഫ് എക്സ്പീരിയൻസ് ഇൻ റെലവൻറ്റ് ഫീൽഡ് അല്ലെങ്കിൽ ഡിസിപ്ലിൻ. 5 വർഷത്തെ എക്സ്പീരിയൻസ് വേണം, ഡിപ്ലോമയും വേണം, അത്രേ പറഞ്ഞിട്ടുള്ളൂ. അല്ലെങ്കിൽ BTech അല്ലെങ്കിൽ BE ഇൻ ഇറലവൻറ്റ് ഫീൽഡ്, ഏതു ഫീൽഡിലാണോ പറഞ്ഞേക്കുന്നത് ആ ഒരു ഫീൽഡിലുള്ള BTech അല്ലെങ്കിൽ BE. അപ്പോൾ പേ സ്കെയിൽ വായിച്ച് നോക്കുക, കുറച്ചുണ്ട്. ഇതെല്ലാം കൂടെ വായിക്കുന്ന ഈ ഒരു വീഡിയോയിൽ തീരില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. അപ്പർ ഏജ് ലിമിറ്റ് 30 വയസ്സാണ്. അടുത്ത പോസ്റ്റ് എന്താണെന്ന് പറഞ്ഞാൽ അസിസ്റ്റൻറ്റ് സ്റ്റോർ കീപ്പർ. പോസ്റ്റ് കോഡ് NSUT/2021/NT/08. ഗ്രൂപ്പ് സി പോസ്റ്റാണ്. ടോട്ടൽ നമ്പർ ഓഫ് വാക്കൻസി 1 വാക്കൻസിയാണ്. അൺറിസർവ്ഡിനാണ് 1 വാക്കൻസി ഉള്ളത്. അപ്പോൾ അസിസ്റ്റൻറ്റ് സ്റ്റോർ കീപ്പറിൻ്റെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ +2 പാസ്സാണ്. പിന്നെ നോർമലി ഇംഗ്ലീഷിൽ ടൈപ്പിംഗ് സ്പീഡ് 35 വേർഡ്സ് പെർ മിനിറ്റ് ഉണ്ടായിരിക്കണം. അപ്പർ ഏജ് ലിമിറ്റ് 27 വയസ്സാണ്. അടുത്ത പോസ്റ്റ് എന്ന് പറഞ്ഞാൽ ജൂനിയർ പ്രോഗ്രാമർ.
ജൂനിയർ പ്രോഗ്രാമറിൻ്റെ പോസ്റ്റ് കോഡ് എന്ന് പറഞ്ഞാൽ ഈ പോസ്റ്റ് കോഡ് ശ്രദ്ധിക്കുക, NSUT/2021/NT/09. അപ്പോൾ ഇതൊരു ഗ്രൂപ്പ് ബി പോസ്റ്റാണ്. അപ്പോൾ ജൂനിയർ പ്രോഗ്രാമറിൻ്റെ ടോട്ടൽ നമ്പർ ഓഫ് വാക്കൻസീസ് എന്ന് പറയുമ്പോൾ 13 വാക്കൻസി, അൺറിസർവ്ഡ് 6 വാക്കൻസിയും, EWS 1 വാക്കൻസിയും, SC 2 വാക്കൻസിയും, ST 1 വാക്കൻസിയും, OBC 3 വാക്കൻസിയും. അപ്പോൾ ജൂനിയർ പ്രോഗ്രാമറിൻ്റെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ MTech ആണ്, വിത്ത് സ്പെഷ്യലൈസേഷൻ ഇൻ കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ IT അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ്, അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനിൽ മാസ്റ്റേഴ്സ് MCA ഉണ്ടായിരിക്കണം. അടുത്ത് പറഞ്ഞ ഈ ഒരു ജൂനിയർ പ്രോഗ്രാമറിൻ്റെ അപ്പർ ഏജ് ലിമിറ്റ് 30 വയസ്സാണ്. അടുത്ത ജോബ് എന്ന് പറഞ്ഞാൽ ടെക്നിക്കൽ അസിസ്റ്റൻ്റ് ആണ്. ടെക്നിക്കൽ അസിസ്റ്റൻറ്റിൻ്റെ പോസ്റ്റ് കോഡ് എന്ന് പറഞ്ഞാൽ NSUT/2021/NT/10. ഗ്രൂപ്പ് സി പോസ്റ്റാണ് ടെക്നിക്കൽ അസിസ്റ്റൻറ്റ്. അപ്പോൾ ടെക്നിക്കൽ അസിസ്റ്റൻറ്റിൻ്റെ ടോട്ടൽ നമ്പർ ഓഫ് വാക്കൻസീസ് 26 വാക്കൻസിയാണ്. അൺറിസർവ്ഡ് 11, EWS 3, SC 3, ST 2, OBC 7. അങ്ങനെ ടോട്ടൽ 26 വാക്കൻസീസാണ് ടെക്നിക്കൽ അസിസ്റ്റൻറ്റിൻ്റെ പോസ്റ്റിലേക്ക് വന്നിരിക്കുന്നത്. അടുത്ത എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് ബോർഡ് ഡിപ്ലോമ ഓർ ഇക്വിവലൻ്റ് ഇൻ ദ റെലവൻറ്റ് ഓർ ആൻ അലൈഡ് സബ്ജക്റ്റ് ഫീൽഡ് വിത്ത് 2 years ഇൻഡസ്ട്രിയൽ ലബോറട്ടറി എക്സ്പീരിയൻസിൻ്റെ ഡിസൈൻ. ഈ പറയുന്ന ട്രേഡിലുള്ള ഇൻഡസ്ട്രിയൽ അല്ലെങ്കിൽ ലബോറട്ടറി എക്സ്പീരിയൻസ് ആണ് പറഞ്ഞേക്കുന്നത്, 2 വർഷത്തെ. അല്ലെങ്കിൽ BTech അല്ലെങ്കിൽ BE ഇൻ ദ റെലവൻറ്റ് ഫീൽഡ്. ഈ ഫീൽഡിലുള്ള BTech അല്ലെങ്കിൽ BE ഉള്ളവർക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാം. അപ്പോൾ ടോട്ടൽ ആ ടെക്നിക്കൽ അസിസ്റ്റൻ്റ് 26 വാക്കൻസിയാണ് ഉള്ളത്. അപ്പോൾ 27 വയസ്സ് വരെയുള്ളവർക്ക് ഈ ഒരു ജോബിന് അപേക്ഷിക്കാം. അപ്പോൾ ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ടത്. പോസ്റ്റ് കോഡ് കറക്റ്റായിട്ട് കൊടുക്കുക. അപ്പോൾ അടുത്ത ഏജ് റിലാക്സേഷനാണ് പറഞ്ഞേക്കുന്നത്. കാറ്റഗറി SC STക്കാണെങ്കിൽ 5 വർഷത്തെ ഏജ് റിലാക്സേഷനുണ്ട്. OBC ഡൽഹി ആണെങ്കിൽ 3 വർഷത്തെ ഏജ് റിലാക്സേഷനുണ്ട്. PWDക്ക് 10 വർഷത്തെ ഏജ് റിലാക്സേഷനുണ്ട്. PWD + SC ST ആണെങ്കിൽ 15 വർഷം. അടുത്തായിട്ട് PWD + OBC ഡൽഹിയാണ് 13 years ആണ്. ഗവൺമെൻറ് സർവൻസ് ആണെങ്കിൽ ഫോർ ഗ്രൂപ്പ് ബി പോസ്റ്റിലാണെങ്കിൽ 5 years ആണ് പറഞ്ഞേക്കുന്നത്. അടുത്തായിട്ട് പറഞ്ഞേക്കുന്നത് മെറ്റീരിയൽസ് സ്പോർട്സ് പേഴ്സൺസ് ആണെങ്കിൽ 5 years ആണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ എക്സ് സർവീസ്മെൻ ഗ്രൂപ്പ് B ആൻഡ് C ആണെങ്കിൽ പീരീഡ് മിലിറ്ററി സർവീസ് + 3 വർഷത്തെ ഏജ് റിലാക്സേഷൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് കുറച്ചുണ്ട്. അടുത്ത് നമുക്ക് ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് നോക്കാം. ലാസ്റ്റ് ഡേറ്റ് എന്ന് പറഞ്ഞാൽ ഓപ്പണിംഗ് ഓഫ് ഓൺലൈൻ സബ്മിഷൻ ആപ്ലിക്കേഷൻ 27 ഓപ്പണിംഗ് ആണിപ്പോൾ. അപ്പോൾ ഈ ഒരു ജോബിൻ്റെ ക്ലോസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ 31/7/2021 12 മണി വരെ ഈ ഒരു ജോബിന് നിങ്ങൾക്ക് അപേക്ഷിക്കാൻ കഴിയും. അപ്പോൾ 800 രൂപയാണ് ഈ ഒരു പ്രോസസ്സിംഗ് ഫീസ് എന്ന് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഗ്രൂപ്പ് സി പോസ്റ്റിന് ഇല്ലയെന്ന് പറഞ്ഞിട്ടുണ്ട്, ഗ്രൂപ്പ് ബി പോസ്റ്റിനും ഇല്ലയെന്ന് പറഞ്ഞിട്ടുണ്ട്. അൺറിസർവ്ഡിനും EWSനും അല്ലെങ്കിൽ OBC കാൻഡിഡേറ്റ്സിനും ഗ്രൂപ്പ് സി പോസ്റ്റിന് അയക്കുകയാണെങ്കിൽ 400 രൂപയാണ്. ഗ്രൂപ്പ് ബി പോസ്റ്റിലാണെങ്കിൽ 1000 രൂപയാണ്. അടുത്തായിട്ട് ഗ്രൂപ്പ് സി പോസ്റ്റിലാണെങ്കിൽ 800 രൂപയും ഗ്രൂപ്പ് ബി പോസ്റ്റിന് പ്രോസസ്സിംഗ് ഫീസ് 1000 രൂപയുമാണ്. അങ്ങനെ ടോട്ടൽ ആപ്ലിക്കേഷൻ ഫീസ് ഗ്രൂപ്പ് സി പോസ്റ്റിന് അൺറിസർവ്ഡ് EWS OBC കാൻഡിഡേറ്റ്സ് കൊടുക്കേണ്ടത് 1200 രൂപയും ഗ്രൂപ്പ് ബി പോസ്റ്റിന് അൺറിസർവ്ഡ് EWS OBC കാൻഡിഡേറ്റ്സ് കൊടുക്കേണ്ടത് 2000 രൂപയുമാണ് കൊടുക്കേണ്ടത്. അപ്പോൾ SC ST PW കാൻഡിഡേറ്റ്സിന് ആപ്ലിക്കേഷൻ ഫീസ് അടയ്ക്കേണ്ടതില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. ലാസ്റ്റ് ഡേറ്റ് ആകുന്നതിന് മുമ്പേ ഈ ഒരു ക്വാളിഫിക്കേഷൻ നോർമലി ഉള്ള ക്വാളിഫിക്കേഷനാണ്, എല്ലാവർക്കും ഉള്ളതാണ്. അപ്പോൾ താല്പര്യമുള്ളവർ അപേക്ഷിക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിന് ആരെങ്കിലും ഇതേപോലെയുള്ള ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് അയച്ചു കൊടുക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ പുതിയൊരു ജോബ് ഇൻഫർമേഷനുമായിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ.